ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. നോക്കൂ, കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ തുടർച്ചയായി ഒരു പേപ്പർ ലൂക്ക് ഉണ്ടാകും. അതിൻ്റെ ഉത്തരവാദിത്തം ആരാ ഏറ്റെടുക്കേണ്ടത്? അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെയല്ലേ? അതിൽ ഉത്തരം പറയേണ്ടതാരാ? ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? ഇല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്തേണ്ടതാരാ? ഈ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ? ഇവർ ഈ ഉത്തരവാദിത്തം ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായി ഉയരേണ്ട ശബ്ദമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ശബ്ദം ഉയരുമ്പോൾ അതിനെ അടിച്ചമർത്താൻ നോക്കിയാൽ അത് ഈ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല. രാത്രി പ്രധാനമന്ത്രി വീഡിയോ കണ്ടിരുന്നോ? അല്ല, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഈ വീഡിയോ ഇറക്കുന്നതിന് പകരമായിട്ട് ഈ ആദ്യത്തെ ആത്മഹത്യ, ഒരു 20ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ഒരു ആത്മഹത്യ ചെയ്ത് ഒരു കുട്ടിയുടെ ആ ആത്മഹത്യയിൽ അപലപിച്ചുകൊണ്ട് ഈ കേന്ദ്രമന്ത്രിയെ പുറത്താക്കി ഒരു ശരിയായ വണ്ണം അന്വേഷണം നടത്തി ഈ ആളുകളെ പിടിച്ചിരുന്നെങ്കിൽ ഈ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇത്രയും വീഡിയോ ഇറക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പ്രധാനമന്ത്രിയൊക്കെ ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രധാൻ്റെ രാജി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ധർമാന്തര പ്രധാനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നു എന്നല്ലാതെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ വികാരത്തിനൊപ്പം അല്ല പ്രധാനമന്ത്രി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നലെ സമരവേദി പോയിരുന്നു, എന്താണ് തോന്നിയത്? അല്ല, തീർച്ചയായിട്ടും ഇതൊരു ദേശീയ പ്രക്ഷോഭമായി വളർന്നു കഴിഞ്ഞു. നമുക്കറിയാം, അതിൽ പാർട്ടി ഇല്ലാത്ത വിവിധ തലങ്ങളിൽ നിന്നുള്ള, അത് കന്യാകുമാരി മുതൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ മാത്രമായിട്ട് വരുന്നത്. ഞാൻ ഒട്ടേറെ ആളുകളെ, വിദ്യാർത്ഥികളെ കണ്ടു, യുവജനങ്ങളെ കണ്ടു, ഒട്ടേറെ ആളുകളെ കണ്ടു. അപ്പോൾ ഇതൊരു ദേശീയ പ്രക്ഷോഭമായിട്ട് വളർന്നു കഴിഞ്ഞു. കാരണം ഈ നാടിൻ്റെ 60% വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണെന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിലെ ക്രമക്കേട് കണ്ടെത്താൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ഒരു ഭരണകൂടമാണ് ഈ ഭരിക്കുന്നതെന്ന് എങ്ങനെ അവർക്ക് പറയാൻ പറ്റും? അപ്പോൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് മുഖം തിരിച്ച് നരനായാട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ദൃശ്യങ്ങൾക്കപ്പുറമാണ്. ഞങ്ങൾ ഇന്നലെ പരിക്ക് പറ്റിയ ഒട്ടേറെ ആളുകളെ കണ്ടു. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലരെയും കണ്ടു. അവരൊക്കെ നേരിട്ട വലിയ രീതിയിലുള്ള കിരാത നടപടികളാണ്. പോകുമ്പോൾ ഇടങ്കാലിട്ട് വീഴിക്കുക, അതോടൊപ്പം തന്നെ 14-15 വയസ്സുള്ള വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഇതൊന്നും പലരും ക്യാമറയിൽ പതിയാത്തതുകൊണ്ടാണ് കാണാത്തത്, ഇല്ലെങ്കിൽ പതിഞ്ഞ ദേശീയ മാധ്യമങ്ങളുടെ ക്യാമറകൾ പുറത്തുവിടാത്തതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഇത് വളരെ കിരാതമായൊരു നടപടിയാണ്, പോലീസ് നടപടിയാണ് ഉണ്ടായത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടു. പ്രിയങ്ക ഗാന്ധിയെ പുരുഷ പോലീസ് ഇല്ലാതെ കൈകാര്യം ചെയ്ത രീതിയുണ്ട്. അപ്പോൾ ഈ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളെ എങ്ങനെയായിരിക്കാം കൈകാര്യം ചെയ്തത്? അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു നരനായാട്ടാണ് ദില്ലിയുടെ വീതിയിൽ നടന്നത്. അതിൻ്റെ പ്രതിഷേധമാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഡൽഹിയുടെ ഓരോ സ്ഥലങ്ങളിലും, ഡൽഹിയിൽ ഇപ്പോൾ എന്താ അവസ്ഥ? നമുക്ക് നെറ്റ് കിട്ടാനില്ല, മെട്രോ വർക്ക് ചെയ്യുന്നില്ല, ഒരു സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡൽഹിയെ ബന്ദോബസ്തായിട്ട് ഇരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അവരുടെ ഭരണകൂടത്തിൻ്റെ വടി ഉപയോഗിച്ച് ഡൽഹിയിലെല്ലാം കട്ട് ചെയ്തുകൊണ്ട്, എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതാവാൻ പോകുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഉന്നയിക്കും. ഞങ്ങളിതൊരു ജനാധിപത്യ സംരക്ഷണത്തിനുള്ള ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ കുടീരത്തിൽ തന്നെ ഇന്നലെ പോയി ഞങ്ങൾ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ച്, അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിഷേധിച്ച്. അതിൻ്റെ കാരണം ഇത് ഇനിയും മുന്നോട്ട് പോയാൽ ഈ രാജ്യത്തെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ജനാധിപത്യം ഇല്ലാതായി എന്നിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അത് ഈ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് ഏതറ്റം വരെ ഈ പ്രതിഷേധത്തിൽ പോകുമെന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളുടെയും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും NSUം പോലുള്ള പ്രതിപക്ഷ യുവജന പാർട്ടികളുടെയും കക്ഷികളുടെയും ഒക്കെ തീരുമാനം അതുതന്നെയാണ്. ഏതറ്റം വരെയും പോയി ഈ ഡിമാൻഡ് അംഗീകരിക്കുന്നത് വരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്താണെങ്കിലും അബിൻ വർക്കി MLA ആണ് നമ്മൾ പ്രതികരിച്ചത്. അങ്ങനെ കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്ത് വലിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഇന്നലെ അബിൻ വർക്കിയും ഈ സമരവേദിയിലേക്കൊക്കെ പോയിരുന്നു. ഇന്ന് ഇപ്പോൾ പ്രതിഷേധ വേദിയൊക്കെ സജീവമാണ്. രാവിലെ മുതൽ ഒരുപാട് ആളുകളൊക്കെ അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു. വീട്ടിൽ നിന്ന് സന്തു പരാമറയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.